ഇനി ഗസറ്റ് ഇപ്പോൾ സെൻറ്ററിലല്ലോ കിടക്കുന്നത്, ഇതല്ലേ കോളത്തിൻ്റെ സെൻറ്ററും ബ്രേസിൻ്റെ സെൻറ്ററും ഒരേ ലൈനില്ല. ആസ് പെർ ഡിസൈൻ ഗസറ്റ് സെൻറ്റർ ഷുഡ് ബി ഇൻ ദ കോളം സെൻറ്റർ. അപ്പോൾ ഈ സെൻറ്ററിലോട്ട് വരുത്താനായിട്ട് ഗസറ്റിൻ്റെ സെൻറ്റർ കോളത്തിൻ്റെ സെൻറ്ററിലോട്ട് വരുത്താനായിട്ട് നമുക്ക് ബ്രേസ് സെലക്ട് ചെയ്ത് മൂവ് ചെയ്യണം. ഒരിക്കലും ഗസറ്റ് സെലക്ട് ചെയ്ത് മൂവ് ചെയ്യരുത്. കാരണം ഗസറ്റ് എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റാണ്, അതൊരിക്കലും മൂവ് ആകത്തില്ല. അത് ആ ബ്രേസിൻ്റെ ഒപ്പം അറ്റാച്ച് ആയിരിക്കും. അപ്പോൾ ബ്രേസ് സെലക്ട് ചെയ്തു, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, മൂവ്. അപ്പോൾ ബോട്ടം ലെഫ്റ്റ് എന്താ പറയുന്നത്, പിക്ക് ദ ഒറിജിൻ. ഒറിജിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതായിരുന്നു മൂവ് ചെയ്യേണ്ടിയിരുന്നത്, ഗസറ്റ് അല്ലേ. ഗസറ്റിൻ്റെ ഏത് ഭാഗം പിക്ക് ചെയ്യേണ്ടത്, ഈ എൻഡോ അല്ലല്ലോ, മിഡിലാണ് പിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മിഡിൽ പിക്ക് ചെയ്തു. ഇനി പിക്ക് ദ ഡെസ്റ്റിനേഷൻ പോയിൻറ്റ്. ഡെസ്റ്റിനേഷൻ പോയിൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്, കോളത്തിൻ്റെ സെൻറ്ററിലോട്ട്. അത് അവർ ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 9 mm. അപ്പോൾ കോളത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങോട്ടാണ്, ഇതാണ് കോളത്തിൻ്റെ സെൻറ്റർ. അത് ഞാൻ ഒന്ന് മൂവ് ചെയ്യുകയാണ്. മൂവ് ചെയ്യുമ്പോൾ സ്നാപ്പിംഗ് ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ടോ, 9. കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എക്സ്പാൻഡ് ഡു നോട്ട് എക്സ്പാൻഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും എക്സ്പാൻഡ് ഇവിടെ അൺടിക്ക് ഇത് ടിക്ക് ചെയ്തിട്ട് ഒന്നും കൊടുക്കരുത് കേട്ടോ. ഇങ്ങനെ തന്നെ വരണം, ഡു നോട്ട് എക്സ്പാൻഡ് കൊടുക്കുക. എക്സ്പാൻഡ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്നറിയോ, ഡു നോട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മൂവ് ആയതുണ്ടോ, എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻഡിലുള്ള കോളവും ബീമും ഗസറ്റും എല്ലാം കൂടി ഈ ഒരു എലിവേഷനിലോട്ട് കയറി വരും. കാരണം ബ്രേസിൻ്റെ എൻ്റെ അപ്പുറത്തെ എലിവേഷനിൽ അതാണ് മൂവ് ചെയ്തപ്പോൾ ആ വ്യൂ കൂടി കാണിക്കണമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഡു നോട്ട് എക്സ്പാൻഡ് തന്നെ കൊടുക്കുക. ഓക്കെ, റീഡ്രോ വ്യൂ. ഇപ്പോൾ ഇവിടെ മൂവ് ആയിട്ടുണ്ടാവും, ഇതുണ്ടോ ഇവിടെ. ഇപ്പോൾ ആ ഗ്രിഡ് 4 തുറന്നു നോക്കി ഇവിടെ കിടക്കുന്നുണ്ടാവും ഗസറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിത് മൂവ് ആയിട്ടുണ്ട്.